ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പരാജയഭീതിയിലുള്ള ഇന്ത്യൻ ടീമിന് ഉപദേശവുമായി മുൻ മധ്യനിര ബാറ്ററും വൈസ് ക്യാപ്റ്റനുമായ അജിങ്ക്യ രഹാനെ. 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ശുഭ്മാൻ ഗില്ലും സംഘവും ഇപ്പോൾ 2-1 പിന്നിലാണ്. അടുത്തയാഴ്ച മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലെ 4ാം അംഗം ഇന്ത്യക്ക് ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. അതിൽ ജയിക്കാനായില്ലെങ്കിൽ ഇന്ത്യക്ക് പരമ്പര അടിയറ വെക്കേണ്ടി വരും. പരമ്പരയിൽ ലോർഡ്സിൽ നടന്ന അവസാന ടെസ്റ്റിൽ 22 റൺസിൻ്റെ തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. രവീന്ദ്ര ജഡേജ വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അവസാന സെഷൻ വരെ പൊരുതി നോക്കിയെങ്കിലും വിജയം കയ്യെത്തും ദൂരത്ത് നിന്നും വഴുതിപ്പോയി. ഇനി മാഞ്ചസ്റ്ററിൽ ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇനി ശേഷിച്ച 2 ടെസ്റ്റുകളിൽ ഇന്ത്യൻ ടീം വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അജിങ്ക്യ രഹാനെ ചൂണ്ടിക്കാട്ടിയത്. ഒരു അധിക ബോളറെ കൂടി ഇന്ത്യൻ 11ലേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഇംഗ്ലണ്ടിൻ്റെ 20 വിക്കറ്റുകൾ വീഴ്ത്തിയാൽ മാത്രമേ കളിയും അതോടൊപ്പം പരമ്പരയും ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കൂ എന്നും രഹാനെ പറയുന്നു. ലോർഡ്സ് ടെസ്റ്റിൻ്റെ 1ാം ഇന്നിംഗ്സിൽ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്താനുള്ള അവസരം ഇന്ത്യൻ ടീംസ് മിസ് ചെയ്തുവെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു എക്സ്ട്രാ ബോളറെ കൂടി ഉൾപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കണം. കാരണം എതിരാളികളുടെ 20 വിക്കറ്റുകൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ടെസ്റ്റും അതോടൊപ്പം പരമ്പരയും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ബാറ്റിംഗ് യൂണിറ്റ് ഇപ്പോൾ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു എക്സ്ട്രാ ബാറ്റർ വേണോ ബൗളർ വേണമോ എന്നതാണ് ചോദ്യമെന്നും രഹാനെ വിശദമാക്കി. ലോർഡ്സ് ടെസ്റ്റിലെ ടേണിംഗ് പോയിന്റ് എന്താണെന്നും രഹാനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ റൺ ചേസിൽ 2ാം ഇന്നിംഗ്സിൽ കരുൺ നായരുടെ പുറത്താവലാണ് കളിയിലെ വഴിത്തിരിവെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ റൺ ചേസ് നടത്തവേ 1 വിക്കറ്റിന് 40 റൺസിൽ അപ്പോൾ മുന്നേറുകയായിരുന്നു. പക്ഷേ കരുൺ നായരുടെ LBW കളിയെ ആകെ മാറ്റി. അതിനുശേഷം ഇംഗ്ലണ്ട് ടീം ഗെയിമിലേക്ക് നന്നായി തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. തുടർന്ന് അവർ വളരെ നന്നായി പന്തെറിഞ്ഞു. കളിക്കളത്തിൽ അവരുടെ ഫീൽഡർമാർ കാണിച്ച തീവ്രതയും സ്വഭാവവുമെല്ലാം അതിശയിപ്പിക്കുന്നതാണെന്നും രഹാനെ കൂട്ടിച്ചേർത്തു. 1ാം ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒരേ സ്കോറിനാണ് പുറത്തായത്. ടോസിനു ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് ടീം 387 റൺസിന് ഓൾ ഔട്ടായി. മറുപടിയിൽ ഇന്ത്യയും ഇതേ സ്കോറിൽ പുറത്തായതോടെയാണ് 1ാം ഇന്നിംഗ്സ് ഏറെ നിർണായകമായത്. 2ാം ഇന്നിംഗ്സിൽ 192 റൺസിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ ഇന്ത്യക്കായിരുന്നു. പക്ഷേ റൺ ചേസിൽ 170 റൺസിന് ഇന്ത്യ പുറത്താവുകയായിരുന്നു.